നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്ക് നമ്മുടെ കർത്താവിനെ ഒരു നിമിഷം ഒന്ന് സ്തുതിക്കാം. എല്ലാവരും ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഇത് രാത്രി കർത്താവിന്റെ വചനം പഠിക്കുവാൻ അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ, വചനത്തിന്റെ മർമ്മത്തെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓ, വചനത്തിന്റെ ശക്തിക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളും സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും സർവ്വധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓ, നിന്റെ മക്കളാകും ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലേഖനത്തിലേക്ക് നമുക്ക് കടക്കാം. വളരെ എന്താ പറയുന്നത്, ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളല്ലോ. നെറ്റിന്റെ കുറവ് കൊണ്ട് ക്യാമറ ഓഫാക്കി വെക്കുന്നവർക്ക് ഓഫാക്കി വെക്കാൻ പ്രശ്നമില്ല. വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് മുമ്പിലുള്ളത്. എങ്കിലും നമുക്ക് ലഭിച്ച സമയത്തിന്റെ അകത്ത് തന്നെ പരമാവധി വേഗത്തിൽ തന്നെ ക്ലാസ്സുകൾ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗമാണ് നാം ഇപ്പോൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. നീതി വിശ്വാസത്താൽ ലഭിക്കുന്നു, അല്ലെങ്കിൽ നീതി വിശ്വാസത്താൽ പ്രാപിക്കുന്നു. നീതി പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്, അല്ലാതെ പ്രവൃത്തിയിൽ അല്ല എന്നാണ് ഈ തിരുവെഴുത്ത് തെളിയിച്ചിരിക്കുന്നത്. നീതി പ്രാപിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവൻ ചെയ്യുന്ന പ്രവൃത്തി മൂലം നീതി പ്രാപിക്കുവാൻ അവന് കഴിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് നീതി പ്രാപിക്കുന്നതെന്ന് ഈ ഭാഗത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. അതാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നാലാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. നാലാം അധ്യായത്തിന് 1-ാം വാക്യം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലാതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവനെ കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. അപ്പോൾ 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നീതീകരണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ അല്ല എന്നും വിശ്വാസത്താൽ മാത്രമാണെന്നും ഈ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ഓരോ സാക്ഷികളെ ഈ 4-ാം അധ്യായത്തിൽ സാക്ഷി നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഈ 4-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഓരോ സാക്ഷികളെ സാക്ഷി നിർത്തിയിരിക്കുന്നത് കാണാം. ഒന്നാമത്തെ സാക്ഷി ആരാണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്, അബ്രഹാമാണ്. രണ്ടാമത്തെ സാക്ഷി ദാവീദാണ്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ
വിശ്വാസികളുടെ പിതാവ് എന്നുള്ള ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ദൈവം അവരുടെ ഇടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവ് എന്നുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിന്റെ നമുക്ക് ഇപ്രകാരം 4-ാം അധ്യായത്തെ ഒന്ന് വിഭജിച്ച് പഠിക്കാം. 4-ാം അധ്യായത്തെ നമുക്ക് ഒരു ചെറിയ രീതിയിൽ അതിനെ ഒന്ന് വിഭജിച്ച് പഠിക്കാം. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ അല്ല, മറിച്ച് വിശ്വാസത്തിലാണ് നീതി ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ അത്രേ നീതി ലഭിക്കുന്നത്. അതിനവിടെ ഉദാഹരണമായിട്ട് അബ്രഹാമിനെയും ദാവീദിനെയും വരച്ചു കാണിച്ചിരിക്കുന്നു. അബ്രഹാമിനെയും ദാവീദിനെയും കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വിഭജനം 4-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് വളരെ എളുപ്പമാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞു തരുന്നത്. 4-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, പരിച്ഛേദനയാൽ അല്ല നീതി ലഭിക്കുന്നത്. നീതി ലഭിക്കുന്നത് പരിച്ഛേദനയാലല്ല. നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് 4-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 4-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ അവകാശം പ്രാപിക്കുന്നു. വിശ്വാസത്താൽ അവകാശം പ്രാപിക്കുന്നു. 4-ാം അധ്യായം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 4-ാം അധ്യായം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ സ്വഭാവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ സ്വഭാവം. 4-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. Praise the Lord. വേഴ്സ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് സമയം കളയുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വേഴ്സ് 1 മുതൽ, റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് വായിച്ചിട്ട് സമയം കളയുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി.
അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങൾ വായിച്ചാൽ മതി. അതിന് 1-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു? ഒരു ചോദ്യം നമുക്ക് ഇവിടെ കാണുന്നു. ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയായി എന്താണ് പ്രാപിച്ചത്? ഒന്നും പ്രാപിച്ചില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു, യാതൊന്നും പ്രാപിച്ചില്ല എന്നുള്ള ഉത്തരമാണ് പറയുവാനുള്ളത്. ഈ ജഡപ്രകാരം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവന്റെ സൽപ്രവർത്തികൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ അവൻ ഒന്നും എന്ത് ചെയ്തില്ല? പ്രാപിച്ചില്ല. സ്തോത്രം. 2-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചല്ലോ, അബ്രഹാമിന് ദൈവസന്നിധിയിൽ പ്രശംസിപ്പാൻ കഴിയുകയില്ല എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? 2-ാമത്തെ വാക്യത്തിൽ അബ്രഹാം പ്രവൃത്തിയിൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലാതാനും. അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ, അതിന്റെ വ്യാഖ്യാനം നാം പഠിക്കുമ്പോൾ, അബ്രഹാമിന് ദൈവസന്നിധിയിൽ പ്രശംസിപ്പാൻ കഴിയുകയില്ല എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കാരണം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടതത്രേ അവൻ ചെയ്തിട്ടുള്ളൂ എന്നർത്ഥത്തിലാണ്. ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് മാത്രമേ അവൻ എന്ത് ചെയ്തിട്ടുള്ളൂ എന്ന അർത്ഥത്തിലാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, ദൈവസന്നിധിയിൽ ഇല്ലാതാനും തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഓടിച്ചു വായിക്കാം. കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 6-ൽ അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. സ്തോത്രം. നിങ്ങൾ അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കണമേ. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് തികച്ചും ഒരു അസാധ്യമായ ഒരു കാര്യം ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് ഒരു പുത്രൻ പോലും ജനിക്കുവാൻ സാധ്യതയില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകുമെന്ന് പറയുന്നു. എന്നാൽ അബ്രഹാം അതെന്ത് ചെയ്തു? പരിപൂർണമായി വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അതവിടെ നീതിയായി കണക്കിടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഭാവിയിൽ അവന്റെ ഭാര്യയുടെ അവസ്ഥ നിർജീവത്വം നിറഞ്ഞ ഗർഭപാത്രത്തിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് ജീവന്റെ കണികയെ ചലിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പദ്ധതിയിടുമ്പോൾ അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ നിനക്കൊരു പുത്രനെ തരാൻ പോകുന്നു. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. ഇത് പറഞ്ഞപ്പോൾ അബ്രഹാം അത് പരിപൂർണമായി വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം അതവന് നീതിയായി കണക്കിടുകയാണ്. സ്തോത്രം.
കണക്കിട്ടു എന്ന് പറയുമ്പോൾ നമ്മള് ഇതിനകത്ത് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ? ചിലപ്പോ ബിസിനസ് ചെയ്യുന്നവർ ഇതിനകത്ത് ഉണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല ഉണ്ടോ എന്ന്. ഇനി അതിൽ അക്കൗണ്ടിങ് ചെയ്യുന്നവരുണ്ടായിരിക്കാം ഒരു പക്ഷെ. ഇനി ഒന്നുമല്ല, നമ്മളെല്ലാവരും സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണല്ലോ. ഇനി ഒന്നും വേണ്ട, സ്ഥലമില്ലാത്തവരാണെങ്കിൽ പോലും വീടുള്ളവരാണ്. ഒരു പക്ഷെ നിങ്ങളിൽ സെർവന്റിനെയൊക്കെ വീട്ടിൽ വിളിച്ച് ഒരു പക്ഷേ നിലം തൂക്കുവാനോ പിടിക്കുവാനോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരു പക്ഷേ വീട്ടിൽ കൊണ്ടുവരും അല്ലെ? ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു കൂലി നിങ്ങൾ നിശ്ചയിക്കും ഇല്ലേ? ആ കൂലി നിശ്ചയിച്ചിട്ട് ഒരു പക്ഷേ ആ കൂലി ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അത് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ വരവ് വെക്കുകയാണ്. കണക്കിട്ടു എന്ന വാക്ക് ഈ അധ്യായത്തിൽ 11 പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. കണക്കിട്ടു. അപ്പോസ്തലനായ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിൽ കൂടെ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ 36 പ്രാവശ്യം കണക്കിട്ടു എന്ന വാക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കണക്കിട്ടു എന്ന് പറഞ്ഞാൽ കണക്കിൽ വരവ് വെച്ചു എന്നർത്ഥം. നാലാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും 36 പ്രാവശ്യം കണക്കിട്ടു എന്ന വാക്ക് പരാമർശിച്ചിട്ടുണ്ട്. കിട്ടിയല്ലോ അല്ലെ? ഓക്കെ. നാലാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. ഇവിടെ ദൈവത്തിന്റെ സൗജന്യമായ ദാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമാണത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. ദൈവത്തിന്റെ എന്താണ് കൃപ എന്ന് പറയുന്നത്? അൺമെറിറ്റഡ് ഫേവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അൺമെറിറ്റഡ് ഫേവർ, പറഞ്ഞു തീരാത്ത ദാനം. അപ്പോൾ നാലാമത്തെ വാക്യത്തിൽ എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൗജന്യമായ ദാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമാണത്തെയാണ് നമുക്കിവിടെ കാണുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, അധ്വാനിക്കുന്നവന് തന്റെ കൂലി ആവശ്യപ്പെടുവാൻ അവകാശമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധ്വാനിക്കുന്നവന് തന്റെ കൂലി ആവശ്യപ്പെടുവാൻ അർഹതയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ആണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, പ്രവർത്തിക്കുന്നവൻ ആരോടാ ചോദിക്കേണ്ടത്? നമ്മള് ആരോടാ ചോദിക്കേണ്ടത്? അധ്വാനിക്കുന്ന കൂലി ആരോട് ചോദിക്കണം? അവന്റെ യജമാനോടല്ലേ കൂലി ചോദിക്കേണ്ടത്. അതെ, 100% നമ്മൾ എലിജിബിൾ ആണ്. ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ്
ദൈവത്തിന്റെ സൗജന്യമായ ദാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമാണമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതായത് 4-ാമത്തെ വാക്യത്തിൽ ഒന്നും കൂടി ഞാൻ തികച്ചു പറയുന്നു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കുന്നവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇവിടെ തങ്കച്ചൻ പാസ്റ്റർ ചോദിക്കുന്ന ആ ചോദ്യത്തിനോട് ചോദിച്ചു വാങ്ങിക്കാമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. അധ്വാനിക്കുന്നവന് തന്റെ കൂലി ദൈവത്തോട് നമുക്ക് ആവശ്യപ്പെടുവാൻ അർഹതയുണ്ട്. അപ്പൊ നാം എന്ന് പറഞ്ഞാൽ നാം അധ്വാനിക്കുന്നുവെങ്കിൽ അതിന്റെ ഒരു കൂലി നമുക്ക് ചോദിക്കാനുള്ള അർഹതയുണ്ട് 100%. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നാം ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം അത് നമുക്ക് തരും 100%. നമ്മൾ അറിയിക്കുന്നതിലും അപ്പുറത്ത് ദൈവം തരും. നാം ചോദിക്കേണ്ട കാര്യമെങ്കില. എങ്കിൽ തന്നെയും ഈ വാക്യത്തിന്റെ ഒരു വ്യാഖ്യാനിക്കപ്പെടുന്നത് ഞാൻ നിങ്ങളെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പ്രവർത്തിക്കുന്നവനെങ്കിലും അഭക്തവനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. അപ്പൊ 5-ാമത്തെ വാക്യം, ഈ വാക്യത്തെ നമുക്ക് പുറപ്പാട് പുസ്തകം 23:7 താരതമ്യം ചെയ്ത് പഠിക്കാം. പുറപ്പാട് പുസ്തകം 23:7 25:1 താരതമ്യം ചെയ്ത് നമുക്ക് പഠിക്കാം. പുറപ്പാട് പുസ്തകം 23:7 വാക്യം. കള്ളക്കാര്യം വിട്ട് അകന്നിരിക്ക, കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്, ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലല്ലോ. 25:1 യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അപ്പോൾ വേഴ്സ് 5 റോമാലേഖനം 4:5 പ്രവർത്തിക്കുന്നവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. അപ്പോൾ കുറ്റമില്ലാത്തവനെ നീതിമാനെയും കൊല്ലരുത്, ഞാൻ ദുഷ്ടനെ നീതീകരിക്കുകയില്ലല്ലോ. അപ്പോൾ ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ദുഷ്ടനെ നീതീകരിക്കുന്ന ദൈവമല്ല. അഭക്തനെ നീതീകരിക്കുന്നവൻ എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മളുടെ അവസ്ഥ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന അവസ്ഥ നോക്കിയാൽ, സങ്കീർത്തനത്തിൽ പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ കേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, ക്രിസ്തുവാകുന്ന പാറമേൽ അവൻ എന്നെ ഉറപ്പിച്ചു. അപ്പോൾ ദൈവസന്നിധിയിൽ വരുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്ന, ഒരു ചാൻസുമില്ലായിരുന്ന ആ ദൈവം നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ ഉറപ്പിക്കുവാനായിട്ട് തീർന്നു. കാൽവറിയിലെ ക്രൂശിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു പാപിയോടുള്ള ബന്ധത്തിൽ ഒരു നീതീകരണത്തിന് ഏറ്റവും വലിയൊരു സാധ്യത അവിടെ തുറന്നു കൊടുക്കുകയാണ്. ഒരു പാപി യേശുവിൽ വിശ്വസിക്കുന്ന നിമിത്തം
അവന് വിശ്വാസത്താലുള്ള ആ നീതീകരണം അവിടെ സാധ്യമാവുകയാണ്. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അപ്പോൾ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ വിശ്വാസം ഒരു യോഗ്യതയായി കണക്കാക്കി പകരം നീതി കൊടുത്തുവെന്ന് വരുന്നില്ല. വിശ്വാസം നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു യോഗ്യതയായി അത് കണക്കാക്കി പകരം നീതി കൊടുത്തു എന്ന് വരുന്നില്ല. മറിച്ച് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് നമ്മുടെ യോഗ്യതയല്ല വിളിച്ചറിയിക്കുന്നത്. പിന്നെയോ നാം ആരെ വിശ്വസിക്കുന്നു അവന്റെ വിശ്വസ്തതയാണ് നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരുന്നത്. Praise the Lord. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നമ്മുടെ യോഗ്യതയല്ല വിളിച്ചറിയിക്കുന്നത്. പിന്നെയോ നാം ആരെ വിശ്വസിക്കുന്നുവോ അവന്റെ വിശ്വസ്തതയാണ് നമ്മുടെ അകത്ത് വെളിപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇന്നീ മണിക്കൂറിൽ ഒരു ആത്മീയ മർമ്മം ഞാൻ വിളിച്ചു പറയട്ടെ. നമ്മുടെ യോഗ്യത കണ്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ഫെമിലിയാരിറ്റി കണ്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മറിച്ച് ദൈവം തന്റെ വിശ്വസ്തതയെ നമ്മിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം നമുക്ക് ഇവിടെ കാണുവാനിടയായിത്തീരുന്നു. ഈ ഭാഗത്ത് ദൈവം രണ്ടാമത്തെ സാക്ഷിയെ ദൈവം ഹാജരാക്കിയാണ്. ആദ്യത്തെ സാക്ഷിയെ നമ്മൾ പഠിച്ചു, അത് അബ്രഹാമാണ്. രണ്ടാമത്തെ സാക്ഷി ഇവിടെ ദാവീദിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് തീർന്നു. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? 7-ാമത്തെ വാക്യത്തിൽ അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ആരാണ്? ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 32-ാമത്തെ സങ്കീർത്തനം, 32-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലംഘനം ക്ഷമിച്ചും വായിച്ചോട്ടെ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഈ ഭാഗത്ത് രണ്ടാമത്തെ സാക്ഷിയെ നിർത്തുകയാണ്. ഒന്നാമത്തെ സാക്ഷി അബ്രഹാമിനെ അവിടെ ഹാജരാക്കിയപ്പോൾ രണ്ടാമത്തെ സാക്ഷി ദാവീദിനെ അവിടെ നിർത്തുകയാണ്. അബ്രഹാം തന്റെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ദാവീദിനെ പറ്റി ദൈവം പറയുന്ന ചില വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പാപം മറയ്ക്കുക എന്നുള്ളത് ഒരു പഴയ നിയമ വാക്കായിട്ടാണ്, ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫൊണറ്റിക്സ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് വാക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പാപം മറയ്ക്കുക.
പാപം മറയ്ക്കുക എന്നുള്ളത് അവിടെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട് വന്നെങ്കിൽ മാത്രമേ ആ പാപത്തെ പരിപൂർണമായി മറയ്ക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അപ്പൊ ദാവീദ് പറയുന്നു, അധർമ്മം മോചിച്ചും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. റോമാലേഖനം 4:7 എഴുതിയിരിക്കുന്നു, ആധർമ്മം മോചിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടിന് മാത്രമേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ പാപം നീക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. 6-ാം വാക്യത്തിൽ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ നമുക്ക് കാണുവാനിടയായി തീരുന്നത്. എന്നാൽ 7-8 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ പാപം കണക്കിടാത്ത മനുഷ്യന്റെ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ പാപം കണക്കിടുന്നില്ല എന്നുള്ളത് യഥാർത്ഥമായി പറയുകയാണെങ്കിൽ നീതീകരണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പാപം കണക്കിടുന്നില്ല എന്നുള്ളത് നീതീകരണത്തിന്റെ ഒരു ഭാഗം തന്നെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. 4:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രധർമ്മത്തിനോ കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലേ നാം പറയുന്നത്? എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയാലോ അഗ്രധർമ്മത്താലോ? പരിച്ഛേദനയാലല്ല, അഗ്രധർമ്മത്തിനാലത്രേ. ഇവിടെ 4:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നീതീകരണം പരിച്ഛേദനയാലല്ല വിശ്വാസത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി തീർന്നു. നീതീകരണം പരിച്ഛേദനയാലല്ല, മറിച്ച് വിശ്വാസത്താലാണ് ഇത് നടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നീതീകരണം പ്രവൃത്തിയാലല്ല സംഭവിക്കുന്നത് എന്നും നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ബാഹ്യമായ പ്രവൃത്തികളാൽ അല്ല നീതീകരണം സാധ്യമാകുന്നത്, മറിച്ച് നീതീകരണം സാധ്യമാകുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. Praise the Lord. അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അഗ്രധർമ്മത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രധർമ്മത്തോട് വിശ്വസിക്കുന്നവർക്കും കൂടെ നീതിയായി കണപ്പെടത്തക്കവണ്ണം ഞാൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രധർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായി പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. അബ്രഹാമിനെ സംബന്ധിച്ചുള്ള ഈ വസ്തുത താൻ വിശ്വാസത്താൽ നീതി പ്രാപിച്ച സകല ജാതികളുടെയും പിതാവാണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുവാനായിട്ടിടയായി തീർന്നു. 4:13 മുതൽ
16 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. അപ്പോൾ എങ്ങനെയാണ് അവകാശം ലഭിച്ചത്? വിശ്വാസത്തിന്റെ നീതിയാലാണ് അവകാശം പ്രാപിക്കുന്നത്. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്തിലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. അപ്പോൾ വിശ്വാസത്താൽ മാത്രമാണ് അവകാശം പ്രാപിക്കുന്നത്. ഇവിടെ രണ്ട് പദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് ന്യായപ്രമാണം, രണ്ടാമത്തെ പദം അവകാശം. ഒന്ന് ന്യായപ്രമാണം, രണ്ട് അവകാശം. 13-ന്റെ 1-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ ലോകാവകാശി എന്ന് കാണാം. അതിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ന്യായപ്രമാണം എന്നുള്ള പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പതിമൂന്നാം വാക്യത്തിൽ കാണുന്ന വാഗ്ദത്തത്തെ പറ്റി നമുക്ക് കാണാം. ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തമാണ് നാം നേരത്തെ വായിച്ചത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 5-6 വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 5-6 വാക്യം വായിച്ചാട്ടെ. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നമുക്ക് 15-ന്റെ 5-6 വാക്യങ്ങൾ കാണുന്നു. അപ്പോൾ വിശ്വാസത്താൽ തന്നെയാണ് അവകാശം പ്രാപിക്കുന്നതെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ 13-ന്റെ ആദ്യത്തെ പദത്തിൽ പഠിച്ചു ലോകാവകാശിയാകുക എന്നുള്ളത് അതിന്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദാം നഷ്ടപ്പെടുത്തിയ ലോകത്തിന്മേലുള്ള അവകാശം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ചങ്കിലെ അവസാനത്തുള്ള രക്തം ചീന്തി അത് വീണ്ടെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു മർമ്മമാണ്. പലപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ വളരെ ടഫായിട്ട് നമുക്ക് ചിന്തിക്കാം, വളരെ കട്ടിയായിട്ട് നമുക്ക് തോന്നിയിരിക്കാം. പക്ഷേ ഇത് വലിയൊരു മർമ്മമാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ആദാം നഷ്ടപ്പെടുത്തിയ ലോകത്തിന്മേലുള്ള അവകാശം ആ കർത്താവായ യേശുക്രിസ്തു തന്റെ രക്തം ചീന്തിയത് മൂലം അന്തിമമായി അത് വീണ്ടെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിന്റെ 15-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, റോമാലേഖനം 4-ന്റെ 15 വാക്യം വായിക്കുമ്പോൾ, ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാത്തടത്ത് ലംഘനമില്ല. ന്യായപ്രമാണമോ എന്തിന് ഹേതുവാകുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തിന് ഹേതുവാകുന്നു? കോപത്തിന് ഹേതുവാകുന്നു.
അപ്പോൾ ദൈവകോപം സമ്പൂർണമായ നിലയിൽ ഒരു പാപിയുടെ മേൽ ചൊരിയുന്നതിന് ന്യായപ്രമാണം വഴിയൊരുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ദൈവകോപം സമ്പൂർണമായ നിലയിൽ ഒരു പാപിയുടെ മേൽ ചൊരിയുന്നതിന് ന്യായപ്രമാണം വഴിയൊരുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ന്യായപ്രമാണമില്ലാത്തടത്ത് ലംഘനമില്ല. ന്യായപ്രമാണം പാപത്തിനും ലംഘനത്തിന്റെ സ്വഭാവം കൊടുക്കുന്നുവെന്നാണ് ആശയം. ന്യായപ്രമാണമില്ലാത്തടത്ത് ലംഘനമില്ല എന്നുള്ളതിന്റെ അർത്ഥം ന്യായപ്രമാണം പാപത്തിനും ലംഘനത്തിന്റെ സ്വഭാവം കൊടുക്കുന്നു എന്നുള്ള ആശയത്തിലാണ് അതവിടെ ഉച്ചരിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ന്യായപ്രമാണം ഇല്ലാത്തടത്ത് പാപമില്ലെന്നല്ല പറയുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് പാപമില്ല എന്നല്ല പറയുന്നത്. ലംഘനം എന്ന വാക്കിന് അർത്ഥം വരുന്നത്, ലംഘനം എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് ഒരു സുനിശ്ചിത കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലംഘനം എന്ന വാക്കിന്റെ അർത്ഥം. ഉദാഹരണത്തിന്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ശ്രദ്ധിക്കുമല്ലോ. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചാക്കി വെച്ചു. എന്നിട്ട് അവർക്കൊരു ഒരു കമാൻഡ്മെന്റ് ദൈവം കൊടുക്കുകയാണ്, കൽപ്പന കൊടുക്കുകയാണ്. പക്ഷെ അവിടെ അവൻ ആ കൽപ്പന എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പൊ ലംഘനം എന്ന വാക്കിന് എന്റെ അർത്ഥം വരുന്നത് ഒരു സുനിശ്ചിത കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. വേഴ്സ് 16, 16 വാക്യം. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്തിൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പിക്കേണ്ടതിന് തന്നെ. അപ്പോൾ വാഗ്ദത്തം ന്യായപ്രമാണത്തിലല്ല, വിശ്വാസത്തിലാണ് എന്നുള്ളതിനാൽ അത് ജാതികൾക്കും പ്രാപിക്കാൻ കഴിയുമെന്ന് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നാലിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 4ന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തെ മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തു പ്രവർത്തിപ്പാൻ ശക്തന് പൂർണ്ണമായി ഉറച്ചു. Praise the Lord. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ സ്വഭാവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ സ്വഭാവം. പതിനേഴാമത്തെ വാക്യത്തിൽ നാം വായിച്ചല്ലോ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതിന്റെ ചില ആധികാരികതകളെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അബ്രഹാം
ദൈവത്തിൽ വിശ്വസിച്ചതിന്റെ ആധികാരികത, ദി യുണീക്നെസ് ഓഫ് അബ്രഹാം ഫെയ്ത്ത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതിന്റെ ആധികാരികത എന്താണ്? ഒന്നാമത്തെ ചിന്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. സ്തോത്രം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതിന്റെ ആ സ്വഭാവത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത് അവൻ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ സർവശക്തനാണ് എന്നുള്ളൊരു ആ വിശ്വാസം അബ്രഹാമിന്റെ അകത്തുണ്ടായിരുന്നു. അതാണ് അതിന്റെ 17:1 എഴുതിയിരിക്കുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും. മരിച്ചവരെ ജീവിപ്പിക്കുകയും. നിങ്ങൾക്ക് ഞാൻ തരുന്ന വാക്യങ്ങൾ സമയം കിട്ടുമ്പോൾ ചേർത്ത് വായിക്കാം. ഇതൊക്കെ നല്ല പ്രസംഗ വിഷയങ്ങളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ, ആവർത്തന പുസ്തകം 32:39, ആവർത്തന പുസ്തകം 32:39. ഈ വാക്യം നിങ്ങൾക്ക് ചേർത്ത് വായിക്കാം. രണ്ടാമത്തത്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവൻ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവൻ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. റോമാലേഖനം 4:17 വാക്യമാണ് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള ആധികാരികത അവൻ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. 2, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, അബ്രഹാം വിശ്വസിച്ചു എന്നുള്ളത് ദൈവം അത് നീതിയായി കണക്കിടുവാനായിട്ട് ഏർപ്പെടുന്നു. ഞാൻ നിനക്ക് ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 18 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളിച്ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 15 അതിന്റെ 5 വാക്യം നിങ്ങൾക്ക് ഈ വാക്യത്തോട് ചേർത്ത് വായിച്ചു പഠിക്കാനായിട്ട് ഇടയായി തീരട്ടെ. ഉൽപ്പത്തി പുസ്തകം 15:5 വാക്യം. ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ സ്വഭാവം മുകളിൽ നാം ചിന്തിച്ചു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആധികാരികത വളരെ മർമ്മപ്രധാന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആധികാരികത 1, മരിച്ചവരെ ജീവിപ്പിക്കുന്നവന്, ഉള്ളതിനെ ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുന്നവൻ. 2, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ സ്വഭാവം. എന്താണ് സ്വഭാവം? ഉൽപ്പത്തി പുസ്തകം 15:5. സ്തോത്രം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 18 വാക്യം, നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവുമെന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം. 19 വാക്യത്തിൽ ഞാനത് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, പോയാൽ എന്റെ സമയം ഇവിടെ ഒന്നും പിടിച്ചേ കിട്ടുകയില്ല. അതിന്റെ 19 വാക്യത്തിൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. അപ്പോൾ ഇവിടെ
അവന്റെ ജീവിതത്തിൽ ഉണ്ടായ വിശ്വാസം അവൻ ഗ്രഹിക്കുവാനായിട്ടിടയായി തീർന്നു. Praise the Lord. അപ്പോൾ അവന്റെ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അവന്റെ വിശ്വാസം അവൻ ഗ്രഹിക്കുവാനായിട്ടിടയായി തീർന്നു. അവന്റെ ജീവിതത്തിൽ സാറായുടെ ശരീരത്തിന്റെ നിർജീവാവസ്ഥ ഒരു ഭാഗത്തുണ്ട്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അവന്റെ ശരീരം വാർദ്ധക്യമായി നിർജീവമാണ്. എങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവൻ വിശ്വസിക്കുവാനിടയെ തീർന്നു. അതവൻ ഗ്രഹിക്കുവാനിടയെ തീർന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അവൻ വിശ്വസിച്ചു. ആ വിശ്വാസം അവൻ ഗ്രഹിക്കുവാനായിട്ടിടയായി തീർന്നു. മൂന്നാമത്തെ ചിന്ത 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അവന്റെ വിശ്വാസം ക്ഷീണിക്കാത്തതും ശക്തിപ്പെട്ടതുമായ ഒരു വിശ്വാസമായിരുന്നു. ക്ഷീണിക്കാത്തതും ശക്തിപ്പെട്ടതുമായ ഒരു വിശ്വാസം. എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ ഏകദേശം 100 വയസ്സായി, തന്റെ ശരീരം നിർജീവമായി. ഇനി ഒരു കാരണവശാലും ആ നിർജീവത്വത്തിൽ നിന്ന് ജീവൻ വെളിപ്പെടുവാൻ സാധ്യമല്ല. എന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ അവൻ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഒരു മർമ്മം വിളിച്ചു പറയട്ടെ, അവൻ വിശ്വാസത്താൽ ശക്തിപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം അവനോട് അരുളി ചെയ്തിട്ട് ആ വാഗ്ദത്തത്തിൽ അവൻ ക്ഷീണിച്ചു പോയില്ല. അവൻ അതിൽ ശക്തിപ്പെടുവാനിടയെ തീർന്നു. അവൻ ശക്തിപ്പെട്ടപ്പോൾ ദൈവാത്മാവിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയെ തീർന്നു. ഇന്ന് രാത്രി ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ഒരാത്മീയ മർമ്മം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിന്നോടുള്ള ബന്ധത്തിൽ, നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വർഷങ്ങൾ മാറിയെങ്കിലും ചില വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രവാചകന്മാരിലൂടെ, പാസ്റ്റർമാരിലൂടെ, ദൈവവചനത്തിലൂടെ, ദർശനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വാഗ്ദത്തങ്ങൾ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കുവാൻ, അതിനെ പൂർണ്ണമായി നിവർത്തിപ്പാൻ അവൻ സർവശക്തനായ ദൈവമാണ്. നീ അവന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ക്ഷീണിക്കാതെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ സർവശക്തനായി നിന്നോട് കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം. ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ അകത്ത് കത്തിക്കയറി മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിലും സമയബന്ധിതമായിട്ട് ഞാൻ ഈ ഭാഗം ഇവിടെ പിടിച്ചു നിർത്തുകയാണ്. ഇതിന്റെ അവസാനത്തെ ചിന്ത കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. 23-ന്റെ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനിടയിൽ തീർന്നു. ഈ വിശ്വാസം നമ്മോടുള്ള ബന്ധത്തിൽ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചു കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളയാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23-ാമത്തെ വാക്യം പഴയ നിയമ തിരുവെഴുത്തുകളെ സംബന്ധിച്ചും അതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും നമുക്ക് വെളിച്ചം തരുന്ന ഒരു വാക്യമാണ് ഈ 23-ാമത്തെ വാക്യം. സ്തോത്രം. പഴയ നിയമ തിരുവെഴുത്തുകളെ സംബന്ധിച്ചും അതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും നമുക്ക് വെളിച്ചം തരുന്ന ഒന്നാണ് ഈ വാക്യം. ചിലരൊക്കെ
ചില കൾട്ട് ആളുകൾ, നിങ്ങൾക്കറിയാം, കൾട്ടൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും, ഒക്കൾട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നവരായിരിക്കും, ദുരുപദേശകന്മാർ. അവര് പറയാറുണ്ട്, നമുക്ക് പുതിയ നിയമം മാത്രം മതി, പഴയ നിയമം വലിച്ചു കീറി ദൂരെ കളയാം. നോ, നെവർ. നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. കാര്യം, പഴയ നിയമ തിരുവെഴുത്തുകളെ സംബന്ധിച്ചും അതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും നമുക്ക് പുതിയ നിയമം വെളിച്ചം തരുന്ന ഒന്നാണ്. 24-25 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചു, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് ഈ ഭാഗത്ത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് ഈ ഭാഗത്ത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ നീതീകരണത്തിനായി എന്ന് 24 പറഞ്ഞിരിക്കുന്നത് ശരിയായി ഭാഷാന്തരം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ നീതീകരണം നിമിത്തം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മുടെ നീതീകരണം സാധിച്ചു എന്നതിന്റെ തെളിവാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് അവന്റെ മരണത്തിൽ നമ്മുടെ നീതീകരണവും സാധിച്ചു എന്നതിന്റെ തെളിവാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.